ഷാഹിൻബാഗിലെ ഉമ്മമാരുടെ നേർക്ക് ബോംബെറിഞ്ഞിരിക്കുകയാണ് ഡൽഹിയിലെ സംഘപരിവാർ തീവ്രവാദികൾ. കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപാണ് രാജ്യം ഞെട്ടലോടെ നോക്കിയ ആ സംഭവം നടന്നത്. എന്തോ ഭാഗ്യത്തിന് സമരപ്പന്തലിൽ അവിടെയുള്ള സർക്കാർ പറയുന്ന നിർദ്ദേശമനുസരിച്ച് ആളുകൾ കുറവായതിനാൽ ഒരുപാട് പേർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അതല്ല മറ്റൊരവസ്ഥയായിരുന്നു എങ്കിൽ അവിടെയുള്ള പാവങ്ങൾ വെന്തു മരിച്ചേനെ. കാരണം അത്രത്തോളം വലിയ ഒരു ഗൗരവമുള്ള സംഭവം തന്നെയാണ് ഇന്ന് ഷാഹിൻബാഗിലെ പ്രതിഷേധക്കാർക്ക് നേരെ നടന്നത്. സംഘപരിവാർ തീവ്രവാദികൾ ബോംബെറിഞ്ഞപ്പോൾ ആ പരിസരത്ത് ആരും ഉണ്ടാകാത്തതാണ് അവിടെ ഒരു വലിയ ഭാഗ്യമായി നമ്മളെ തുണച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും അവിടെ സമരം ചെയ്യാൻ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത്? അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് 50-ൽ കൂടുതൽ ആളുകൾ കൂടാൻ പാടില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി അവർ മുന്നോട്ട് പോവുകയാണ് ഷാഹിൻബാഗിലെ പ്രതിഷേധക്കാർ. അവർ ഇപ്പോൾ 50-ൽ കുറവുള്ള ആളുകളുമായിട്ടാണ് ആ സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം ആ സമര പരിപാടിയിൽ നിന്ന് മുഴുവൻ ആളുകൾ പോയി കഴിഞ്ഞാൽ ആ സമരപ്പന്തൽ അവിടെയുള്ള പോലീസുകാർ പൊളിച്ചു മാറ്റും, സംഘപരിവാർ ഭീകരവാദികൾ ഇല്ലാതാക്കും. കാരണം അവർ അതിനു വേണ്ടിയിട്ട് ഒരു തക്കം പാർത്തു നിൽക്കുകയാണ്. കാരണം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഈ സമരപരിപാടിയാണ്. ഈ സമരപരിപാടിയാണ് അമിത്ഷയെയും മോദിയെയും വിറപ്പിക്കുന്നുള്ളത്. കൊറോണയെ ഭയന്നുകൊണ്ട് ആ സമരപരിപാടിയിൽ നിന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു സമരപരിപാടി സംഘടിപ്പിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ എല്ലാവിധ സുരക്ഷയും ആ പന്തലിൽ ഒരുക്കി കൃത്യമായ രീതിയിൽ മാറി നിന്നുകൊണ്ട് അഥവാ അകൽച്ച പാലിച്ചുകൊണ്ട് ആളുകൾ ഇരിക്കുകയും അവർക്കവിടെ കൃത്യമായ ആരോഗ്യ പരിരക്ഷ സമരപരിപാടിയുടെ അണിയറ പ്രവർത്തകർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ആ പന്തലിലേക്ക് ആരോഗ്യ വിദഗ്ധന്മാർ ഓടിയെത്തുക തന്നെ ചെയ്യും. കാരണം ആ രീതിയിലുള്ള സുരക്ഷ ആ പന്തലിലുള്ള സ്ത്രീകൾക്ക് സമരപരിപാടിയുടെ അണിയറ പ്രവർത്തകർ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് മാധ്യമങ്ങളോട് അവർ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അത് മാത്രമല്ല, സർക്കാരിന്റെ പരിപൂർണമായിട്ടുള്ള നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഷാഹിൻബാഗിലെ സമരം മുന്നോട്ട് പോകുന്നുള്ളത്. ഡൽഹിയിലെ സർക്കാർ പറഞ്ഞു 50-ൽ കുറവുള്ള ആളുകളെ നിങ്ങൾ അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അഥവാ പ്രതിഷേധവുമായിട്ട് ഈ 50-ൽ കുറവായിട്ടുള്ള ആളുകളുമായി മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന സർക്കാരിന്റെ നിർദ്ദേശം പരിപൂർണമായും അംഗീകരിച്ച് കൃത്യമായ രീതിയിൽ സമരക്കാർ അകലം പാലിച്ച് കൃത്യമായ രീതിയിൽ അവരുടെ ആരോഗ്യം സംരക്ഷിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അമിത്ഷയ്ക്ക് ആകെ ഒരു ഭയമുണ്ടാവുകയാണ്. കാരണം ഈ കൊറോണ കാലത്തും ഇവരുടെ പോരാട്ട വീര്യം അവസാനിപ്പിക്കുന്നില്ലല്ലോ, അവർക്ക് പേടിയില്ലല്ലോ. എന്നാൽ ഒരു കാര്യം ചെയ്തേക്കാം, പേടിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ച് തന്നെയാണ് കുറച്ച് സംഘികൾ വന്ന് ആ പന്തലിന് നേരെ ബോംബെറിഞ്ഞത്. പക്ഷേ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ആ പന്തൽ ഒരിക്കലും കാലിയാവുകയില്ല. കാലിയായി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇനിയൊരു പന്തൽ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പണിയും എടുക്കുമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. അതിനാൽ തന്നെ ഈ കൊറോണ ഭീതിയുടെ ഈ മുൾമുനയിൽ നിന്ന് ആ സമരം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിച്ചു കാണും. ഷാഹിൻബാഗിലെ ഉമ്മമാർക്ക് നേരെ നിങ്ങൾ ബോംബെറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെതിരെ കൃത്യമായ പ്രതികരണങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Stop.